അമേരിക്കയുടെ ഉപരോധം തകർക്കാൻ ചാവേർ ഡോൾഫിനുകൾ. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇതാണ്. അതായത് അമേരിക്കയുടെ ഉപരോധം തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകം പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ള ചാവേർ ഡോൾഫിനുകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഷിപ്പുകളുടെയൊക്കെ പ്രൊപ്പല്ലർ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്ത് പോയിട്ട് അതിൽ പോയി ഇടിച്ച് എക്സ്പ്ലോസീവ്സ് പൊട്ടിത്തെറിച്ച് അങ്ങനെ ഈ പറയുന്ന കപ്പലിന് മുക്കുന്ന തരത്തിലുള്ള ഡോൾഫിനുകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പൊതുവായിട്ട് വരുന്ന വാർത്ത. അപ്പോൾ ഞാൻ ഈ വാർത്ത കണ്ടത് ചന്ദ്രിക ഡയലിയിലും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിലൊക്കെ ഈ തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ടൊരു വാർത്ത ഞാൻ മുഴുവനായിട്ടൊന്ന് വായിക്കാമേ. ഒടുവിൽ ഇറാൻ അമേരിക്കയും ഇസ്രായേലും ഏറ്റവും ഭയപ്പെടുന്ന അതിമാരകമായ ആയുധം പുറത്തിരിക്കുകയാണ്. അമേരിക്കയുടെ നാവിക ഉപരോധം തകർക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച മൈനുകൾ ഘടിപ്പിച്ച ചാവേർ ഡോൾഫിനുകളെ വിന്യസിച്ചേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇറാൻ നാവികസേന മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയും ഇസ്രായേലും ഏറ്റവും ഭയപ്പെടുന്ന ആയുധം ഉടൻ പുറത്തെടുക്കാനിരിക്കുമെന്ന്. അതിനുള്ള മറുപടിയാണ് ഹോർമൂസ് കടലിടുക്കിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകളെയും വിമാനവാഹിനി കപ്പലുകളെയും ആക്രമിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ചാവേർ ഡോൾഫിനുകൾ. അമേരിക്കയുടെ ഉപരോധം മൂലം ഇറാന്റെ എണ്ണ കയറ്റുമതി സ്തംഭിച്ച സാഹചര്യത്തിൽ കടൽ മാർഗമുള്ള തടസ്സങ്ങൾ നീക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇതിന്റെ ഭാഗമായാണ് അത്യാധുനിക AI സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള സമുദ്രജീവികളെ ഇറാൻ യുദ്ധരംഗത്തിറക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം 2000-ലാണ് ഇറാൻ ഈ വിദ്യ സ്വന്തമാക്കിയത്. റഷ്യൻ നാവികസേനയ്ക്ക് വേണ്ടി പ്രത്യേകം പരിശീലനം ലഭിച്ച കൊലയാളി ഡോൾഫിനുകളെയും മറ്റു സമുദ്രജീവികളെയും അന്ന് ഇറാൻ വിലക്ക് വാങ്ങിയിരുന്നു. സെസാവോസ്റ്റോപോളിലെ പസഫിക് നാവിക താവളത്തിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച ഈ ഡോൾഫിനുകൾക്ക് ശത്രുക്കളുടെ മുങ്ങിക്കപ്പലുകളെ അവയുടെ പ്രൊപ്പല്ലറിന്റെ ശബ്ദത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പൊ ഈ വാർത്ത കേൾക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെ സാധ്യമാകും, അല്ലെങ്കിൽ ഇതൊരു അവതാര സിനിമ പോലെയൊക്കെ നമുക്ക് തോന്നും. ഇതെങ്ങനെ പോസിബിൾ ആവും എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതായത് സ്വതന്ത്രമായി ജീവിക്കുന്ന ജീവികളെ, സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടത്തിന് നീന്തുന്ന ജീവികളെ എങ്ങനെ ഒരു സ്പെസിഫിക് ടാർഗറ്റിലോട്ട് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെ പലതരത്തിലുള്ള ഡിബേറ്റ്സുകൾ നമുക്ക് കാണാൻ പറ്റും. പണ്ട് ഈ പ്രാവുകളെയും അതേപോലെ തന്നെ ഫാൽക്കണയൊക്കെ ഈ പറയുന്ന ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ പ്രത്യേക പരിശീലനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവകള് ഈ പറയുന്ന രീതിയിൽ ചെയ്യും എന്നാ പറയുന്നത്. അതായത് ബേസിക്കലി ഡോൾഫിനുകൾക്കുള്ളതും സോണാറാണ്. അതായത് ഈ സിഗ്നലുകൾ അയച്ചിട്ട് അത് ഒരു ഒബ്ജക്റ്റിൽ വന്ന് തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന സമയത്താണ് അതിനെ തിരിച്ചറിയുന്നത്. ഈ സോണാർ ഉപയോഗിച്ചിട്ട് കപ്പലുകളെയും കപ്പലുകളുടെ മൂവ്മെന്റുകളെയും ട്രാക്ക് ചെയ്ത് അവിടേക്ക് ഈ പറയുന്ന എക്സ്പ്ലോസീവ്സ് ഘടിപ്പിച്ചിട്ടുള്ള ഈ പറയുന്ന ഡോൾഫിനുകളെ പറഞ്ഞു വിടുക. അങ്ങനെ അത് തട്ടി ഇതിങ്ങനെ എക്സ്പ്ലോഡ് ആവുക എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഡെഡ്ലി വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അത്യാധുനിക റഡാറുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിനെ തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. അതായത് ഇപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവർക്ക് മീൻകൂട്ടത്തിനെ തിരിച്ചറിയാൻ പറ്റും. അതിന് പറ്റുന്ന രീതിയിലുള്ള റഡാറുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ മീൻകൂട്ടങ്ങളെ തിരിച്ചറിയാൻ പറ്റിയെന്ന് വിചാരിച്ചിട്ട് കപ്പലുകളുടെ അടുത്തിലൂടെ പോകുന്ന ഈ പറയുന്ന തിമിംഗലങ്ങളെയോ അല്ലെങ്കിൽ ഡോൾഫിനുകളെയോ ഒന്നും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ സംശയിക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ ആ അഡ്വാൻറ്റേജിനെ യൂസ് ചെയ്യാന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ന്യൂസിൽ ഇതിന്റെ അവസാനത്തിൽ വന്നിട്ടുള്ള ഈ ഒരു പാരഗ്രാഫാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വശം എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം 2000-ലാണ് ഇറാൻ ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയത്. റഷ്യൻ നാവികസേനയ്ക്ക് വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച കൊലയാളി ഡോൾഫിനുകളെയും മറ്റു സമുദ്രജീവികളെയും അന്ന് ഇറാൻ വിലക്ക് വാങ്ങിയിരുന്നു. സെവാസ്റ്റോപോളിലെ പസഫിക് നാവിക താവളത്തിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച ഈ ഡോൾഫിനുകൾക്ക് ശത്രുക്കളുടെ മുങ്ങിക്കപ്പലുകളെ അവയുടെ പ്രൊപ്പല്ലറിന്റെ ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതേ പരിപാടി ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള ഇതൊരു കുറച്ചും കൂടെ എന്തോ ഒരു കെട്ടിച്ചമച്ച പോലെ ഭയങ്കര നമ്മൾ ഉണ്ടാക്കി പറയുന്ന പോലെ തോന്നും. പക്ഷെ ഇതേ പരിപാടി ബേസിക്കലി അമേരിക്ക ചെയ്യുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US നേവിയുടെ മറൈൻ മാമൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ US നേവി ഈ പറയുന്ന ഡോൾഫിനുകളെ ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ളതാണ്. ഇത് റിയൽ ആയിട്ടുള്ള സാധനമാണ്. ഏത് US-ന്റെ നാവി മറൈൻ മാമൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഡോൾഫിനുകളെ യൂസ് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ അത് സൂയിസൈഡൽ മിഷന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്തേക്കുന്നത്.
അത് യൂസ് ചെയ്തേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനുകൾ കണ്ടെത്താനും കടലിനടിയിലെ വസ്തുക്കൾ കണ്ടെത്തുക, അതേപോലെ തന്നെ തുറമുഖത്തിന്റെ സുരക്ഷ, അതായത് നാവിഗേഷന് വേണ്ടിയിട്ടും, അത് നാവിഗേഷൻ അല്ല, ഈ പറയുന്ന എന്താ പറയുക നിരീക്ഷണത്തിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഈ പറയുന്ന കടലിന് അടിയിലുള്ള മൈനുകൾ കണ്ടെത്താനും അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി യു എസ് നേവിയുടെ മറൈൻ മാമൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ ഡോൾഫിനുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്, ഡോൾഫിനുകളെ ഈ പറയുന്ന മനുഷ്യന് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന മിഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതും ശരിയാ. അപ്പൊ അതിനെ ഇറാൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വാർത്തകളെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസ്താവനകളെ നമ്മളൊന്ന് കൂട്ടി വായിക്കുന്ന സമയത്ത് ആ ആയുധം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അറ്റാക്ക് ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം അത്രയ്ക്ക് ഡെഡ്ലി ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഡെഡ്ലി ആവണമെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും അതിനെ ടാക്കിൾ ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നായിരിക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എത്രയോ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള മാക് സ്പീഡിനേക്കാളും എത്രയോ സ്പീഡുള്ള ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാധുനിക ഡ്രോൺ ആണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നൊക്കെ അന്നത്തെ ആ വാർത്തേനെ ഉദ്ധരിച്ചിട്ട് പല തരത്തിലുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്കാണ് ഇപ്പൊ ഈ പറയുന്ന വാർത്തയും കൂടെ വരുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കാണേണ്ട വേറൊരു സാധനം കൂടെ ഉണ്ട്. ഏകദേശം 18 വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. 2007, 2008 കാലഘട്ടത്തിലാണ് ദ ഗാർഡിയൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറൊരു ന്യൂസ് ആണ്. അത് 2 ഘട്ടങ്ങളിലായിട്ട് ഏകദേശം 150ഓളം ഡോൾഫിനുകൾ ഈ ഗൾഫ് ഓഫ് ഒമാന്റെ തീരത്ത്, അതേപോലെ തന്നെ ഇറാന്റെ തീരത്തും അടിഞ്ഞതായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അന്ന് ആ വാർത്തയുടെ ഹെഡ്ലൈൻ ആയിട്ട് വന്നത് ഡോൾഫിനുകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ആയിട്ടാണ് അത് വന്നത്. അപ്പൊ ആദ്യം തലക്കെട്ടുകൾ വന്നത് ഡോൾഫിനുകളുടെ കൂട്ട ആത്മഹത്യ എന്നും പറഞ്ഞിട്ട് കുറെ ഡോൾഫിനുകൾ ചത്ത് ഈ കരക്കടിഞ്ഞതായിട്ടുള്ള ന്യൂസാണ് വന്നത്. പക്ഷേ അന്നത്തെ ഇറാന്റെ ഫിഷറീസ് മന്ത്രിയാണ് ഒരു കാര്യം പറയുന്നത്, ഇത് കൂട്ടത്തോടെ സൂയിസൈഡ് ചെയ്തതല്ല, പകരം യു എസ് നേവി ഈ പറയുന്ന നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അത്തരം പരിശീലനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഡോൾഫിനുകളാണ് ഈ ചത്ത് അടിഞ്ഞേക്കുന്നതെന്നും പറയുന്ന രീതിയിലുള്ള വാർത്ത അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുകയോ അല്ലെങ്കിൽ ഭയങ്കര ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ്. കാരണം സയന്റിഫിക്കലി ആൾക്കാർ പറയുന്നത് ട്യൂണയ്ക്ക് വേണ്ടിയിട്ട് വിരിച്ചിട്ടുള്ള വലയിൽ കുടുങ്ങിയിട്ടുള്ള ഡോൾഫിനുകളാണ് അത്. അതേപോലെ തന്നെ ഈ ഡോൾഫിനുകളുടെ ശരീരത്തിലുള്ള പാട് വെച്ചിട്ട് ഈ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരുടെ അടുത്തു നിന്നുള്ള അറ്റാക്ക് ഈ ഡോൾഫിനുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം, സാധാരണ രീതിയിൽ ഗൾഫ് ഓഫ് ഒമാന്റെ തീരത്ത് കാണാത്ത തരത്തിലുള്ള ഡോൾഫിനുകളെയാണ് അന്ന് അവിടെ കണ്ടത് എന്നുള്ളതാണ്. അപ്പോഴാണ് എഗെയിൻ വീണ്ടും യു എസ് നേവിയുടെ മറൈൻ മാമൽ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പസഫിക് ഓഷ്യനിലും ആ ഭാഗത്താണ് അവരത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ അവിടെയുള്ള ഡോൾഫിനുകൾ, ആ സ്പീഷീസിൽ പെട്ട ഡോൾഫിനുകളാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അന്ന് ഇറാന്റെ ആരോപണം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ നേവിന്ന് പുറപ്പെടുന്ന തരത്തിലുള്ള ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആ റേഡിയേഷൻ മൂലം വഴി തെറ്റിയിട്ടും ഈ പറയുന്ന ഡോൾഫിൻസ് എത്തി എന്ന് പറയുന്ന രീതിയിലുള്ള ന്യൂസും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 150ഓളം ഡോൾഫിനുകളാണ് അന്ന് കരക്കടിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ലോകത്ത് ഇത് ഭയങ്കര എന്താ പറയാ ഭയങ്കര നമ്മുടെ ഇമാജിനറി സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല. പകരം പലതരത്തിലുള്ള നേവീസ്, പലതരത്തിലുള്ള രാജ്യങ്ങൾ ഈ തരത്തിലുള്ള വെപ്പൺസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പരിശീലനം നൽകാനും അത്തരത്തിലുള്ള റിസർച്ചുകളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 2000 കോൾഡ് വാറിന്റെ സമയത്ത് USSRന്റെ തകർച്ചയ്ക്ക് ശേഷം USSRൽ നിന്നും ഇത്തരത്തിലുള്ള മാമൽസിനെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പരിശീലനം നൽകി ഇറാൻ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷേ ഇപ്പോഴും ഇത് ഭയങ്കര അതിശോക്തി നിറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്.